സമസ്ത ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കാലാന്തരമായുള്ള പഴക്കമുണ്ട്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. എന്നാൽ സമസ്തയിലെ ഏറ്റവും വലിയ ഭിന്നിപ്പിന് ശേഷം അതേ സാഹചര്യത്തിലേക്ക് വീണ്ടും സമസ്ത എത്തിയെന്നതാണ് ഇപ്പോഴത്തെ വിഷയത്തെ അത്ര കണ്ട് ഗൗരവമാക്കുന്നത്. ഉമർ ഫൈസി മുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിമർശനങ്ങളിൽ നീക്കുപോക്കിനായി സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷം നടത്തിയ അവസാന ശ്രമമായിരുന്നു ഇന്നലെ നടന്ന യോഗം. സമസ്ത ലീഗ് തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് കോഴിക്കോട് നളന്തയിൽ സമസ്തയിലെ ലീഗ് അനുകൂലികൾ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉൾപ്പെടെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയായാണ് സമ്മേളനം. ചടങ്ങിൽ സമസ്ത സെക്രട്ടറിയായ ഉമർ ഫൈസി മുഖത്തെ മുശവറ അംഗത്വത്തിൽ നിന്ന് നീക്കണമെന്ന് പ്രമേയം പാസാക്കിയിരുന്നു. സംഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിൽ നിന്നും അദ്ദേഹത്തെ നീക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം. അതുകൊണ്ട് തന്നെ പുതിയ സമിതിയുമായി സമസ്തയിലെ ലീഗ് അനുകൂലികൾ രംഗപ്രവേശനം ചെയ്തു. സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് പുതിയ സംഘം രൂപീകരിച്ചത്. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ ഈ വേദിയുടെ പേരിൽ പ്രചാരണം നടത്തുകയും ചെയ്യും. കോഴിക്കോട് നടന്ന സമ്മേളനത്തിലാണ് സമിതിയുടെ പ്രഖ്യാപനം നടന്നത്. മാത്രമല്ല, ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി വേണമെന്ന സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ യോഗത്തിൽ പ്രമേയവുമായിരുന്നു. ഉമർ ഫൈസിയെ സമസ്ത മുശവറ അംഗത്വത്തിൽ നിന്ന് നീക്കണമെന്നും സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്നും ഉമർ ഫൈസിയെ മാറ്റി നിർത്തണമെന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്. സുപ്രഭാതം പത്രത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയരുന്നുണ്ട്. സുപ്രഭാതത്തിൽ പരസ്യം നൽകിയവർക്കെതിരെ നടപടി വേണമെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. ന്യൂനപക്ഷ മുസ്ലിം ഇന്ത്യക്ക് ആശാവഹമായ അവസ്ഥയ്ക്ക് കാരണമായ പങ്കാളിത്തത്തിന് കളമൊരുക്കിയ കേരളീയ മുസ്ലിം മോഡലിന്റെ പിറകിലെ ചാലക ശക്തിയായ മുസ്ലിം ലീഗും ആധ്യാത്മിക, വൈജ്ഞാനിക, സാമൂഹിക രംഗത്തെ മുന്നേറ്റം സാധ്യമാക്കിയ സമസ്തയും പരസ്പരം മാനിച്ചും സഹകരിച്ചും പോരുന്ന രീതിയാണ് മഹോന്നതരായ നേതാക്കൾ പകർന്നു തരുന്നത്. ഈ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഇരു സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് പ്രതിഷേധാർഹമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രമേയത്തിലെ കൃത്യമായ ആവശ്യം. സുപ്രഭാതം പത്രത്തിന്റെ സ്ഥാപിത ലക്ഷ്യത്തിനും നയത്തിനും വിരുദ്ധമായി പത്രം പ്രവർത്തിക്കുന്നുവെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വർഗീയത വളർത്തുന്ന പരസ്യം പ്രസിദ്ധീകരിച്ചവർക്ക് പത്രത്തെ സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത്രേ. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി വിഭാഗീയതയുണ്ടാക്കും വിധം ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുവെന്നും സാമുദായിക സ്പർദ്ധയും പ്രാസ്ഥാനിക വിഭാഗീയതയും വളർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തി പത്രത്തെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സംവിധാനമുണ്ടാകണമെന്നുമാണ് പ്രമേയത്തിലെ ആവശ്യം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ തന്റെ വിമർശനം മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നതാണ് അതേസമയം മുക്കം ഉമർ ഫൈസിയുടെ വാദം. ഖാദി ഫൗണ്ടേഷൻ വേണമെന്ന് തന്നെയാണ് താനും ജിഫ്രി തങ്ങളും പറഞ്ഞതെന്നും സാദിഖ് അലി തങ്ങൾ ഖാസിയില്ലാത്ത മറ്റു മഹലുകളിലും ഖാദി ഫൗണ്ടേഷനിൽ അംഗമാക്കുന്നതിനാണ് എതിർത്തത് എന്നും സമസ്ത തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും ഉമർ ഫൈസി പിന്നീട് വാദിക്കുന്നുണ്ട്. വിവാദമായ പ്രസംഗത്തിൽ മുക്കം ഉമർ ഫൈസിയോട് സമസ്ത നേരത്തെ വിശദീകരണം തേടിയിരുന്നതാണ്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നതായിരുന്നു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഖാദി പ്രസ്ഥാനം വഹിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ യോഗ്യനല്ല എന്ന് തന്നെയായിരുന്നു ഉമർ ഫൈസിയുടെ അന്നേരത്തെ വിമർശനം. എന്നാൽ ലീഗ് അനുകൂല പക്ഷത്തിന്റെ ഈ കടുത്ത തീരുമാനം എന്ത് മാറ്റമാണ് സമസ്തയിൽ ഉണ്ടാക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ലീഗ് അനുകൂല പക്ഷത്തിന് ചില ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സുപ്രഭാതം പത്രം തന്നെയാണ്. അത് അർഹരല്ലാത്തവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്നതും അതിൽ ഉൾപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന നിലയിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ്. അങ്ങനെ എളുപ്പം പുറത്താക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റേത് എന്നതും വസ്തുത തന്നെയാണ്. അത്തരത്തിൽ ഉമർ ഫൈസിക്ക് അനുകൂല നിലപാട് സമസ്ത സ്വീകരിച്ചാൽ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്ന ലീഗ് അനുകൂല വിഭാഗം പ്രതികരിക്കും. ആ പ്രതികരണം തന്നെയായിരിക്കും സമസ്തയുടെ ഭാവിയും. ചരിത്രം ആവർത്തിച്ച് ഭിന്നിപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഇടത് വലതുപക്ഷ രാഷ്ട്രീയത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും.